സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന മണികർണിക കട്ടിലാണ്. ഇവിടെ കത്തിക്കുന്ന ശവങ്ങൾക്കൊന്നും സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. ഏകദേശം ആയിരക്കണക്കിന് ശവങ്ങളാണ് അപ്പുറത്തിട്ട് കത്തിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ പൂക്കൾക്ക് മണവും ഇല്ല. കാശിയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഗരുഡം പറക്കാറില്ല, ഇവിടുത്തെ പല്ലികൾ ചിലയ്ക്കാറില്ല, ഇവിടുത്തെ പൂക്കൾക്ക് മണവും ഇല്ല. ഇത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന മണികർണിക കട്ടാണ്. അതായത് മണികർണിക പേര് സൂചിപ്പിക്കുന്ന കണക്കാണ്. ഇവിടെ ദഹിപ്പിക്കുകയാണെങ്കിൽ പാർവതി ദേവി വന്ന് സ്വർഗത്തിലോട്ടുള്ള വഴി ചെവിയിൽ ദഹിപ്പിക്കുന്ന ആളുടെ പറഞ്ഞു കൊടുക്കുന്നതാണ് വിശ്വാസം. അതായത് ഡയറക്റ്റ് സ്വർഗലോകം പോകാനും വേണ്ടിയുള്ള ഒരു വഴിയാണ് മണികർണിക കട്ടിലെ ശവസംസ്കാരം. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് പുറകിലായിട്ട് ഗംഗാ നദി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിലേക്കൂടെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ശരിക്കും വളരെ വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ കുറച്ച് മുമ്പേ കുറച്ച് ശവങ്ങളൊക്കെ കത്തിക്കുന്നത് കണ്ടു. അതിന്റെ വീഡിയോ നമ്മൾ പയ്യെ ഷെയർ ചെയ്യുന്നതായിരിക്കും. മനുഷ്യനൊക്കെ ഇത്രയേ ഉള്ളൂ, മനുഷ്യന്റെയൊക്കെ അഹങ്കാരം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ ഈ ഒരു സ്ഥലം ഏകദേശം ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ ഉള്ളിലെ കുറച്ച് അഹങ്കാരം ഇതൊക്കെ പോയി കിട്ടും. എല്ലാവരും നശിക്കേണ്ടുന്നവരാണെന്നുള്ള ഒരു ബോധം നമ്മളെ വീണ്ടും ഈ മണികർണിക ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും.